ഇതെന്താണെന്ന് മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ കൊല്ലം കൈപ്പക്കൻ്റെ അവിടെ പന്തലുണ്ടായിരുന്നു. അപ്പോൾ അത് കൈപ്പക്ക ഉണ്ടായിട്ട് വീണിട്ട് അവിടെ മുളച്ചിരിക്കുകയാണ്. നിറയെ കൈപ്പക്കൻ്റെ വള്ളികൾ ആ സൈഡിൽ കൂടെ മൊത്തം പറന്ന് കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് കാട്ടി, 2 കമ്പ് കൊടുത്തിട്ട് അതിനെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. എന്നാൽ പന്തലുണ്ട് അവിടെ തന്നെ മുകളിൽ. ആ പന്തലിക്ക് ഇനി കേട്ടാ, അത് പന്തലാണ്. ഈ പന്തലിൽ ഇനി കയറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കഴിച്ചത്. ഞാനെന്ത് കാട്ടി, അതിനെ പതുക്കെ ഓടിക്കാതെ അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ വള്ളികളൊക്കെ അങ്ങനെ എടുത്ത് പതുക്കെ തൊട്ടാൽ പൊട്ടും. അപ്പോൾ എന്ത് കാട്ടി, അത് പതുക്കെ എടുത്തിട്ട് ഓരോരോ വള്ളി ഓരോരോ മുരടും നോക്കിയിട്ട് അതൊക്കെ വലിച്ചിട്ട് ഒരു കമ്പ് കെട്ടി അതിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കണ്ട പൂവിട്ടിരിക്കണേ. അപ്പോൾ ഏതായാലും നമുക്കൊരു വിഷമില്ലാത്തൊരു കയ്പൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് മേടിക്കണമൊക്കെ വിഷമിട്ടതായിരിക്കും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത എന്താണ് കയ്പൊക്കെ കിട്ടുമല്ലോ. ഒന്ന് കിട്ടിയാത്തായില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ കയ്പൊക്കെ വള്ളിയൊക്കെ കണ്ടാൽ ഇതുപോലെ കളയാതെ അതൊരു ഞെടി കൊടുത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കയ്പൊക്ക എന്തുണ്ടായാലും പൊട്ടിക്കാം. അതുപോലെ പയറ് കണ്ടില്ല, പയറ്റെല്ലാം ഞാൻ വെച്ചതല്ല, അത് തന്നെത്താൻ മുളച്ചതാണ്. ആ പയറിൻ്റെ ഇലയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഞാൻ ഇല നുള്ളിയിട്ട് കൊള്ളിയും ഇലയും കൂടി ഇട്ട് വേടിയലിട്ടിരുന്നു. കൈപ്പക്കയുടെ വെള്ളി ഞെടി കൊടുത്ത് നല്ല വെള്ളം മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിറയെ അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് പന്തലിലേക്ക്. അപ്പോൾ ചിലപ്പോൾ കായ്ക്കും നിറയെ ഉണ്ടാവും. പൂവൊക്കെ ഇട്ടിരിക്കണം, അതിൽ കായ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നല്ലതാണ്.